ഇനി IPM IAS എന്ന് പറയുന്നത് നിലവിൽ ഇതൊരു ഓൺലൈൻ ആപ്പാണ്. ഇങ്ങനെ എല്ലാ കുട്ടികൾക്കും ഇത് ഇങ്ങനെ അവൈലബിൾ ആണ്. ഇതിനപ്പുറത്തേക്ക് ഇതിന് നാളെ ഒരിക്കൽ ഇതിനൊരു ഓഫ്ലൈൻ ക്യാമ്പസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ? ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഇതിനെ കുട്ടികളിലേക്ക് എല്ലാം എത്തിക്കാൻ പറ്റണം. നമ്മൾ ഇനി അങ്ങോട്ടുള്ള യുഗം എന്ന് പറയുന്ന ഇന്റർനെറ്റ് യുഗം തന്നെയാണ്. AI ഒക്കെ എത്തിക്കഴിഞ്ഞു അല്ലേ? അപ്പൊ ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും? നമുക്ക് ആ ഒരു ഏറ്റവും വലിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വെബാണ്, ഓൺലൈൻ എന്ന് പറയുന്നതാണ്. അത് മാത്രമല്ല കേട്ടോ, കാരണം ഞാൻ ഇതിനെ അഫോർഡബിൾ ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ എല്ലായിടത്തും ഫീസ് കൂടുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൽ അവർ മുടക്കിയിട്ടുള്ള മൊത്തം കാശും അവർ എവിടേക്ക് ഇടും? കുട്ടികളുടെ ഫീസിലേക്ക് ഇടും അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ വിഷൻ അല്ലെ എൻ്റെ ലക്ഷ്യം, എൻ്റെ ആഗ്രഹം എനിക്ക് സബലീകരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഓൺലൈൻ തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശവും. അപ്പൊ ഏതായാലും ഒരു വലിയ ആഗ്രഹം അല്ലെങ്കിൽ ഒരു വലിയ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. അപ്പൊ IPM IAS അക്കാഡമിക്ക് അല്ലെങ്കിൽ ഓൺലൈൻ ആപ്പിന് എല്ലാവിധ ആശംസകൾ നേരുകയാണ്. ഒരുപാട് കുട്ടികളെ സിവിൽ സർവന്റ്മാരാക്കാനായിട്ട് IPM IAS സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.